എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th സഞ്ജയൻ എന്ന ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററായ നയേ ഇലാക്കെ മേ എന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്ന അരുൺ കമലാണ്. ഇതിൽ അദ്ദേഹം നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ, ദിനംപ്രതി പ്രകൃതിയിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങളെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മാറ്റങ്ങൾ ജനങ്ങളെപ്പോഴും എന്താണ് അദ്ദേഹം പറയുകയാണ്, ഇവിടെയുള്ള ജനങ്ങൾ ഫുൾ ടൈം എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൽ, അതായത് ഫുൾ ടൈം ബിസി എന്ന് പറയുമ്പോൾ ഡെയിലി എന്തെങ്കിലും ചേഞ്ചസാണ് ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓർമ്മ വച്ചിട്ടിരിക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഇന്ന ലാൻഡ്മാർക്കുകൾ നമ്മൾ ഓർത്ത് വെക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന ആ ലാൻഡ്മാർക്കുകൾ ഓർമ്മപ്പെടുത്തി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് വഴിതെറ്റി പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ നയേ ബസ്തി ഇലാക്കോ മേ ജഹാൻ റോസ് ബൻ രഹേ ഹേ നയേ നയേ മക്കാൻ മേ അക്സർ രാസ്ത ഭൂൽ ജാത്താ ഹൂം. ഫസ്റ്റ് ലൈനിൽ പറയുന്നത് എന്താണ്? ഈ നയേ നയേ ബസ്തി ഇലാക്കോ മേ, ബസ്തി എന്ന് പറഞ്ഞാൽ വഴികൾ, ഇലാക്കോ മേ പ്രദേശങ്ങൾ, ജഹാ റോസ് ബൻ രഹേ ഹേ നയേ നയേ മക്കാൻ, ഇവിടെ ഡെയിലി എന്തുണ്ടാവുന്നു? ബൻ രഹേ ഹേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കെട്ടിടങ്ങൾ. മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിടങ്ങൾ. മേ അക്സർ രാസ്ത ഭൂൽ ജാത്താ ഹൂം, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വഴികളെല്ലാം മറന്നു പോകുന്നു എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഇന്നൊരു ബിൽഡിങ് എന്ന് നമ്മൾ കണ്ടുവച്ച് പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ പോസ്റ്റ് ഓഫീസ് അവിടെ കാണത്തില്ല. അപ്പോൾ നമുക്ക് ആ ബിൽഡിങ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അദ്ദേഹം അതാ പറയുന്നത്, രാവിലെ വീട്ടിൽ ഞാൻ പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും അവിടെ വളരെയധികം ചേഞ്ചസ് ഉണ്ടാകുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയധികം ചേഞ്ചസാണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് പരസ്പരം തമ്മിൽ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും നേരമില്ല. അവർ ഡെയിലി എന്തൊക്കെയോ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. എൻ്റെ ഭാവാർത്ഥം നോക്കാം. प्रस्तुत पंक्तियाँ कवि अरुण कमल से लिखा हुआ नए इलाके में कविता से ली गई है नाने। यहाँ उन्होंने शहरों में रोज़ होने वाले बदलाव के बारे में कहा है. उनका कहना है कि इस शहरों में जहाँ नावड़े कई लोग बसते हैं, वहाँ नए मकान और बिल्डिंग बनता रहता है, इसलिए कवि अक्सर रास्ता भूल जाते हैं. അപ്പോൾ ഈ പങ്ക്തിയിൽ അരുൺ കമൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നയ ഇലാക്കേമേ കവിതാസെ ലീഗയാഹെ, അതായത് ഈ വരികൾ ഈ നയ ഇലാക്കേമേ കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഉന്നോനെ ഷഹറോമേ റോസ് ഹോനെ വാല, അദ്ദേഹം പട്ടണങ്ങൾ, ഷഹർ എന്ന് പറഞ്ഞാൽ സിറ്റിയിലുണ്ടാകുന്ന, റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി, ഹോനെ വാലെ ബദലാവ് കെ ബാരേമേ, ഡെയിലി ഉണ്ടാവുന്ന ബദലാവ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉനക്ക കാന ഹേക്കി, അദ്ദേഹം പറയുകയാണ്, ഈ ഷഹറോമേ, ഈ പട്ടണങ്ങളിൽ, ജഹാൻ കൈ ലോക വസ്തേഹ്യം, സിറ്റിയല്ല, അപ്പോൾ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. വഹാൻ നയേ മക്കാൻ ഓർ ബിൽഡിംഗ് ബൻതാ രഹത്താ ഹെ, അവിടെ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും എന്താണ്? പുതിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസിലേ കവി അക്സർ രാസ്ത ഭൂൽ ജാത്തെ ഹെ, അതുകൊണ്ട് കവി എന്താണ്? തൻ്റെ വഴികളെല്ലാം മറന്നു, വഴി എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് പോകാനുള്ള വഴികളെല്ലാം അദ്ദേഹം മറന്നു പോകുന്നു എന്നാണ്, അത്രയ്ക്കും ചേഞ്ചസ് വരുന്നത് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? धोखा दे जाते ही पुराने निशान, खोजता हूँ ताकता पीपल का पेड़, खोजता हूँ टहा हुआ घर और ज़मीन का खाली टुकड़ा, जहाँ से बाएं मुड़ना था मुझे, फिर 2 मकान बाद बिना रंग वाले लोहे के फाटक का गर्दा एक मंजिला. അദ്ദേഹം പറയാണ്, ധോക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ചതിക്കുക, പറ്റിക്കപ്പെടുക എന്ന് പറയും. ധോക്ക ദേ ജാത്തേ ഹെ പുരാനെ നിശാൻ, അദ്ദേഹം ചതിക്കപ്പെടുന്നു. എന്തിനാൽ ചതിക്കപ്പെടുന്നു? പുരാനെ നിശാൻ, പുരാന എന്ന് പറഞ്ഞാൽ ഓൾഡ്, നിശാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളങ്ങൾ. അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന പുരാന നിശാൻ, പഴയ അടയാളങ്ങൾ അദ്ദേഹത്തെ ചതിക്കുന്നു എന്ന്. ഗോസ്താഹും താക്ത, എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന ആ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോചന എന്ന് പറഞ്ഞാൽ എന്താണ്? തിരയുക, അന്വേഷിക്കുക. താക്ത പീപ്പിൾ കാ പേട്, പീപ്പിൾ കാ പേട് എന്ന് പറഞ്ഞാൽ ആൽമരം. പിന്നെ എന്താണ് അന്വേഷിക്കുന്നത്? ടഹാ ഹുവാഗർ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്. അവർ ജമീൻ കാ കാലി ടുക്കട, ഭൂമി. ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ഖാലി ടുക്കട എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന ചെറിയൊരു
എന്താ പറയുക, പ്ലെയിൻ സ്ഥലം, അവിടെ വീടൊന്നുമില്ല, വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് പ്ലേസ്. അവിടെ നിന്നും ജഹാംസെ ബായെ മുണ്ടാത മുജെ, അവിടെ നിന്നും അദ്ദേഹത്തിന് ലെഫ്റ്റ് തിരിയണം. മുടന എന്ന് പറഞ്ഞാൽ തിരിയുക. അവിടെ നിന്ന് ആ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ഫിർ ദോ മക്കാൻ ബാദ്, പിന്നെന്താണ് 2 വീടിന് ശേഷം ബിനാ രംഗുവാലെ ലോഹയ്ക്ക് ഫാടക്, കളറടിക്കാത്ത ഇരുമ്പിൻ്റെ, ലോഹ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, ഇരുമ്പിൻ്റെ ഫാടക ഒരു ഗേറ്റ്, ഗർദ അവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇഗ്മൻസില വീട്, ഇഗ്മൻസില എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നില വീടുണ്ടായിരുന്നു. അതാണ് ഇഗ്മൻസില എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക്, ആ ഇഗ്മൻസില എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക്, അതായത് ഒറ്റ നില വീട്ടിലേക്ക് പോകാനായിട്ട് ഓർമ്മ വച്ചിരുന്ന അടയാളങ്ങളാണ് പീപ്പിൾ കാ പേഡ്, ടഹാ ഹുവാ ഘർ, ജമീൻ കാ ഖാലി ടുക്കട, പിന്നെന്താണ് വഹാംസെ ബായി മുഡ്കർ ദോ മക്കാൻ ബാദ് ബിനാ രംഗ് വാലെ ലോഹയ്ക്ക് ഫാടക്, പെയിൻ്റ് അടിക്കാത്ത ഒരു ഗേറ്റ്. ഇനി നമുക്ക് നോക്കാം, ഭാവാർത്ഥം നോക്കാം. प्रस्तुत पंक्तियों में कवि कहते हैं कि हम कोई भी जगह का कुछ न कुछ खास निशान से रास्ता याद करते हैं, लेकिन आजकल शहर में इतना परिवर्तन होने के कारण इस तरह याद रखी जाने वाली रास्ता धोखा देते हैं. അദ്ദേഹം എന്താണ് ഈ വരികളിൽ പറയുന്നത്? കൊയ് ബി ജഗക കുച്ച് ന കുച്ച്, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ കുച്ച് ന കുച്ച് എന്തൊക്കെയോ നമ്മൾ ഗാസ് നിശാൻ, ഒരു പ്രത്യേക അടയാളം, രാസ്ത യാത് രക്തേഹം വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അടയാളം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ലേക്കിൻ പക്ഷേ ആജിക്കൽ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഷഹർമ ഇത്തന പരിവർത്തൻ ഹോനേക്ക് കാരണം, സിറ്റിയിൽ ഇത്രയധികം ചേഞ്ചസ് വരുന്നത് കൊണ്ട് ഇസ് തറ യാത് രക്കി ജാനേവാലി, ഇങ്ങനെ ഓർമ്മ വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? വഴി തെറ്റിക്കുന്നു. കാര്യം ആ വഴി, ഈ ഓർമ്മ വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ എവിടെയാണോ പോകേണ്ടത് അവിടെ എത്താനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. കവി ഏക്ക് പീപ്പിൾ ക, പിന്നെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഓർമ്മ വച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നാം നേരത്തെ പറഞ്ഞു, ഏക്ക് പീപ്പിൾ ക പേട് അവർ ടൂട്ടാ ഹുവാ ഘർ യാദ് കർ റക്കാത, ഒരു ആൽമരം, പിന്നെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്, ലേക്കിൻ വേഴ്സവ് അപ് നഹി ദിക്താ ഹെ, അതൊന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല. കവി ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കാണുന്നില്ല. അതിൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും വേറെ ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാവാം. ലേക്കിൻ വേഴ്സവ് അപ് നഹി ദിക്താ ഹെ, അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. കവിക്ക് ജമീൻ ക ഖാലി ടുക്കടെ സെ ബായെ മുണ്ടാത, കവിക്ക് ആ ഖാലിയായിട്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഫിർ ദോ മക്കാൻ ബാദ്, പിന്നീട് 2 ബിൽഡിങ്, 2 കെട്ടിടങ്ങൾക്ക് ശേഷം ബിനാ രംഗ് വാലെ ലോഹയ്ക്ക് ഫാടക ഇക്മൻസില ഗർമെ ജാനാഥ, കളറടിക്കാത്ത ആ ഇരുമ്പ് ഗേറ്റ് ഉള്ള ഒരു ഒറ്റ നില വീട്ടിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. ലേക്കിൻ ഖാലി ജഗമേ നയെ മക്കാൻ ഹേ ഇസ്ലിയെ ഉസെ രാസ്ത പത്താ നഹി ചൽ പഡ്താ, പക്ഷേ ഇപ്പോൾ ആ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പുതിയ കെട്ടിടമുണ്ട്, ഇതിൽ അദ്ദേഹത്തിന് വഴി മനസ്സിലാകുന്നില്ല. अर्थात कवि पुरानी निशानियों के सहारे से रास्ता ढूंढने लगते हैं, लेकिन उस पुरानी निशानियाँ उसे धोखा देकर रास्ता भूल जाने की अवस्था में डाल देती है. അതായത് പഴയ കെട്ടിടങ്ങൾ, പുരാനി നിശാനിയൊക്കെ സഹാരേസെ, പഴയ അടയാളങ്ങളുടെ അടിസ്ഥാനപ്പെടും. സഹാര എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹായത്താൽ രാസ്ത ഡൂണ്ടനെ ലക്തേഹെ, വഴി കണ്ടുപിടിക്കാൻ, വഴി തെരഞ്ഞു പിടിക്കുമ്പോൾ ലേക്കിൻ ഉസ് പുരാനി നിശാനിയ, പക്ഷേ ആ ഒരു പഴയ അടയാളങ്ങൾ ഉസെ ധോക്ക ദേക്കർ, തന്നെ വഞ്ചിച്ചുകൊണ്ട് രാസ്ത പൂൾ ജാനേക്ക് അവസ്ഥാമേ ഡാൽ ജാത്തിയെ, വഴി മനസ്സിലാക്കാനുള്ള ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് ആ ലൈൻസിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അവർ മേ ഹർ ബാർ ഏക് ഘർ പീച്ചെ ചൽ ദേത്താ ഹും യാ ദോ ഘർ ആകെ ടക്മഗാത്ത, യഹാ റോസ് കുച്ച് ബൻ രഹാ ഹേ റോസ് കുച്ച് ഘട്ട് രഹാ ഹേ യഹാ സ്മൃതി കാ ഭരോസ നഹി. ലാസ്റ്റ് പറയുന്നത് എന്താണ്? അവർ മേ ഹർ ബാർ ഏക് ഘർ പീച്ചെ, അദ്ദേഹം പറഞ്ഞാൽ ഹർ ബാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏക് ഘർ പീച്ചെ, ഒരു വീട് പുറകിലേക്ക് ചൽ ദേത്താ ഹും, യാ ദോ ഘർ ആകെ ടക്മഗാത്ത, അല്ലെങ്കിൽ എന്ത് ചെയ്യും, 2 വീട് മുന്നോട്ട്. യഹാ റോസ് കുച്ച് ബെൻഡ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീട് പിന്നോട്ടും 2 വീട് മുന്നോട്ടും ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നത്?
യഹാ റോസ് കുച്ച് ബൻ രഹാ ഹെ, ഡെയിലി എന്തൊക്കെയോ ഉണ്ടാകുന്നു. റോസ് കുച്ച് ഗഡ് രഹാ ഹെ, എല്ലാ ദിവസവും എന്തൊക്കെയോ ഉണ്ടാകുന്നു അവിടെ, എല്ലാ ദിവസവും എന്തൊക്കെയോ പൊളിച്ചു കളയുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. യഹാ സ്മൃതി കാ കൊയ് ഭരോസ നഹി, സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ. അപ്പോൾ ഓർമ്മ വെച്ചത് കൊണ്ട് ഞാൻ ഇന്നത് ഇന്ന സ്ഥലത്ത് ഇന്നതാണ് എൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞ് ഓർമ്മ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഓർമ്മ നമ്മളെ ചതിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഭാവാർത്ഥം നോക്കാം. इन पंक्तियों से कवि कहते हैं कि जब कवि पुरानी निशानियां याद करके अपने घर जाते हैं तो हर बार एक घर पीछे या दो घर आगे निकल जाता है. इसका कारण है कि इस संसार में हर पल कुछ न कुछ बन रहा है और कुछ घट रहा है. കവി ഈ വരികളിൽ എന്താ പറയുന്നത്? കവി പുരാനെ നിശാനിയ യാദ് കർക്കെ, പഴയ അടയാളങ്ങളെ ഓർമ്മപ്പെടുത്തി, അപ്പനെ ഗർ ജാത്തേ ഹേത്ത്, തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ഹർ ബാർ എപ്പോഴും, ഏക് ഗർ പീച്ചെ ഒരു വീട് പിന്നിൽ, അല്ലെങ്കിൽ യാ ദോ ഗർ ആകെ രണ്ട് വീട് മുന്നിലേക്ക്, നിക്കൽ ചാത്താകെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ ഒരു വീട് പുറകിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ രണ്ട് വീട് മുന്നിലേക്ക് പോകും. ഇസ്ക കാരൻ ഹേക്ക്, ഇതിൻ്റെ കാരണം എന്താണ്? ഈ സംസാർമേ, ഈ ലോകത്തിൽ, ഹർ പൽ ഓരോ നിമിഷവും, കുച്ച് ന കുച്ച് ബൻ രഹാഹെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആർ കുച്ച് ഗഡ് രഹാഹെ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്താണ്? ऐसे में याद की भरोसा करना उचित नहीं है. एक ही दिन में पुरानी पड़ जाती है दुनिया, जैसे वसंत का गया पतझड़ को लौटा हूँ, जैसे बैसाख का गया बादों को लौटा हूँ. अब यही है उपाय की हर दरवाजा गड़गड़ावो और पूछो क्या यही है वो घर. പിന്നീട് അദ്ദേഹം ലാസ്റ്റ് എന്താ പറയുന്നത്? ഏസമേ യാദയ്ക്ക് ഭരോസ കർണ ഉചിത് നഹി എന്നാ. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്, ഓർമ്മയെ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ഇന്നത് കണ്ടുവച്ചത് കൊണ്ട് അവിടെ അത് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല. ഏക് ഹി ദിൻമേ പുരാനി പഡ്ജാത്തി ഹി ദുനിയ, ഒറ്റ ദിവസം കൊണ്ട് എന്താണ്, ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ആ സിറ്റിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, അത് പഴയതായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ലോകം തന്നെ പഴയതായി, ഓൾഡിലേക്ക് പഴയതായിട്ട് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജയ്സേ വസന്ത് ഗയ പതച്ചെടുക്കോ ലൗട്ടാ. അപ്പോൾ അതിന് അദ്ദേഹം എക്സാമ്പിളായിട്ട് കുറച്ച് സീസൺസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മാസങ്ങൾ, വസന്തകാലം, വസന്ത് പോയിട്ട് പതച്ചെട് വരികയും ബൈസാഖ് പോയിട്ട് ബാദ്, ഇതെല്ലാം ക്ലൈമറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ഗ്രീഷ്മകാലം, വസന്തകാലം, ശരത്കാലം എന്ന് പറയുന്ന പോലെ വസന്തം പോയിട്ട് എങ്ങനെയാണോ പതജഡ്, എല്ലാം ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. പക്ഷേ ഇന്ന് വസന്തം വന്നു, നാളെ പതജഡ് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത്ര സ്പീഡിൽ മാസങ്ങൾ പോയി വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അബ് യഹി ഹെ ഉബായ്ക്ക് ഹർ ദർവാസ ഗഡ്ഗഡാവോ ഓർ പൂച്ചോ ക്യാ യഹി ഹെ വോഗർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആവുമ്പോൾ അദ്ദേഹം ഒരു ഉപായം കണ്ടുപിടിച്ച എന്താണ്? എല്ലാ വീട്ടിലും ഹർ ദർവാസ, എല്ലാ വീടിൻ്റെയും ഡോറിൽ തട്ടിക്കൊണ്ട്, ഗഡ്ഗഡാന എന്ന് പറഞ്ഞാൽ മുട്ടിക്കൊണ്ട്, പൂച്ച്ന ചാഹിയെ, എന്ത്, യഹി ഹേ വോഗർ, ഇതാണോ ഞാൻ താമസിച്ചിരുന്ന വീട് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. समय बहुत कम है तुम्हारे पास, आ चला पानी टहा आ रहा आकाश, ഷായദ് പുക്കാറിലെ കോയി പാച്ചാന ഊപ്പർ സെ ദേക്കർ. അപ്പോൾ അദ്ദേഹം പറയണം ഇനി സമയമൊന്നുമില്ല, വീടൊക്കെ നോക്കി സമയം പോയി. ആ ചില പാനിട്ടഹ എന്ന് പറയുന്നത് മഴ വരാൻ പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടാണ്. ആകാശമല്ല അഗാസ് എന്നാണ്. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ മഴ വരാൻ പോകുന്നു. ഷായദ് പുക്കാറിലെ കോയി പാച്ചാന ഊപ്പർ സെ ദേക്കർ, എന്നെ ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലോ എന്ന് അദ്ദേഹം ആശിക്കുകയാണ്. इन्हीं भावार्थ നോക്കാം. इन पंक्तियों में कवि कहते हैं कि एक ही दिन में इतना परिवर्तन होने के कारण गुजरा हुआ कल पुराने लगता है, जैसे वसंत में जाकर पतझड़ में लौट आए और बैसाख में जाकर बाद में लौट आए जैसा. ഈ വരികൾ അദ്ദേഹം പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്തന പരിവർത്തൻ ഹോനേക്ക് കാരണം, ഇത്രയും ചേഞ്ചസ് ഉള്ളത് കാരണം, ഗുസറാ ഹുവാ കൽ, കഴിഞ്ഞു പോയ കാലം പെട്ടെന്ന് ലോകം പഴയതായിട്ട് അദ്ദേഹത്തിന് തോന്നി. കാലങ്ങൾ വേഗം കഴിഞ്ഞു പോയതുപോലെ വളരെ ഓൾഡായിട്ട് തോന്നിയെന്ന്. ജയ്സെ, എങ്ങനെയാണ് അദ്ദേഹം എക്സാമ്പിൾ പറയുന്നത്? വസന്തമേ ചാക്കർ പതജടുമേ ലൗട്ടായി, വസന്തം പോയിട്ട് പതജട് വന്നതും ബൈസാഖ് പോയിട്ട് ബാദ് വന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. इसलिए कवि का उपाय है कि जाकर हर दरवाजा गड़गड़ पूछना चाहिए कि ये घर वो है जिसमें मैं रहता हूँ. അതുകൊണ്ട് കവി ഒരു ഉപായം പറയാണ്, എനിക്ക് എൻ്റെ വീട് മനസ്സിലാക്കാനായിട്ട് എല്ലാ വീടിൻ്റെയും ഡോറിൽ പോയി മുട്ടണം, ഇതാണോ ഞാൻ താമസിച്ചിരുന്ന വീട് എന്ന് ചോദിക്കണം. ആ സമയം കം ഹെ ഓർ ബാരിഷ് ബി ഹോനെ വാല. അദ്ദേഹം പറയുന്ന സമയമില്ല,
മഴ വരാൻ പോകുന്നു. ഇസിലി കൊയ് ഷായത് മുതേ ജാൻ പഹചാൻ കർ ബുലാലെ. അതുകൊണ്ട് ഒരുപക്ഷെ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞിട്ടൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവർ ഊപ്പർ സെ ദേക്കർ അന്തർ ബുലാലെ, എന്നെ മേളിൽ നിന്നും കണ്ട് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇതാണ് നിങ്ങളുടെ വീടെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആശിക്കുകയാണ്. ഇതാണ് ഇതിലെ കഥയുടെ ഈ പദ്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക്